അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താളമരുഭൂമിയിലെ നിയമം. എന്ത് ചെയ്താലും ഏതു ചെയ്താലും സഖാക്കളെ തെറിവിളിക്കുന്നതാണ് രാഷ്ട്രീയമെന്ന് കരുതുന്ന പാണക്കാട് കുടുംബം ഓഫർ ചെയ്ത സ്വർഗത്തിൽ പോകാൻ വേണ്ടി സഖാക്കളെ തെറിവിളിച്ച് സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്ന ഇനിയും നേരം വെളുക്കാത്ത ലീഗുകാരോടാണ്. ലാൽസലാം സഖാക്കളെ, നന്മയുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സഖാവ് ഷമീർ ഷാവുദ്ദീൻ വർക്കല. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നും. സത്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വീഡിയോ അല്ല. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ ഒരു വീഡിയോ കണ്ടു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. 1000 പള്ളിയുടെ ഖാദിയും പാണക്കാട് കുടുംബാംഗവും പിന്നെ പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിഖ് അലി സമസ്തയുടെ വേദിയിൽ അറബ് വാക്ക് ഉച്ചരിച്ചതുമായി ബന്ധപ്പെട്ടു. ഇതിന് പകരമായി റഹീമിനെ ട്രോളിയതോ ഇടതുപക്ഷ എംപിമാരുടെയോ മന്ത്രിമാരുടെയോ നേതാക്കന്മാരുടെയോ ഭാഷയെ കളിയാക്കിയതോ ഒന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. 1000 പള്ളിയുടെ ഖാദി എന്ന് വെച്ചാൽ എത്രത്തോളം മുഅദ്ദീന്മാരും ഇമാമുമാരും ഹത്തീബുമാരും അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് കരുതുക. അവർക്ക് എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ, അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്തി കൊടുക്കാനുള്ള ജ്ഞാനവും പാണ്ഡിത്യവും അറിവും ഉള്ള ആളാണ് അവർക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് അവരെ നിയന്ത്രിക്കേണ്ടത്. കൂടുതൽ പറയുന്നതിന് മുമ്പ് പാണക്കാട് സാദിഖ് അലിയുടെ ആ അറബ് ഉച്ചരിച്ചത് ഞാനൊന്ന് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മടങ്ങി വരാം. പറയുന്നത് അങ്ങനെ തന്നെയാണ്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ചുരുക്കി പറഞ്ഞാൽ അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താളമരുഭൂമിയിലെ നിയമം. ഇടയ്ക്ക് നേരം വെളുക്കാത്ത ലീഗുകാർക്ക് ഒരു അല്പം ആശ്വാസത്തിന് വേണ്ടിയാണ് ആ സെലിംകുമാറിന്റെ കോമഡി അതിനകത്ത് കയറ്റിയത്. പാണക്കാട് സാദിഖ് അലിക്ക് തെറ്റുകൂടാതെ ONVയുടെ കവിത ചൊല്ലാനറിയാം, ഓണപ്പാട്ട് പാടാനറിയാം, മാപ്പിളപ്പാട്ട് പാടാനറിയാം. ഇതൊന്നും പാടുന്നത് തെറ്റാണെന്നല്ല. പക്ഷെ താൻ ഏത് സ്ഥാനമാണോ വഹിക്കുന്നത് ആ സ്ഥാനം ഒരു പൂർണ്ണതയിൽ കൊണ്ടെത്തിച്ചിട്ട് വേണം മറ്റുള്ളതിലേക്ക് എത്തിപ്പെടാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി. ഒരു വട്ടം കൂടി എന്നോമകൾ നേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോമകൾ നേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരുപോലെ നീക്കുന്നൊരാളെല്ലി മരമൊന്നുരത്തുവാൻ മോഹം. തൊടിയിലെ കിണർ പാൽനിലാ പുഞ്ചിരി പോകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പാൽനിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പോരിശയേറിടും ത്വാഹത്തൻ കൺമണി പൂരിത നൂറ് പൂങ്കരൾ ഫാത്തിമ. പോരിശയേറിടും ത്വാഹത്ത്. മൻ തഫഖഹ വലം യതസവ്വഫ ഫഖദ് തഫസ്സഖ വമൻ തസവ്വഫ വലം യതഫഖഹ ഫഖദ് തസന്തഖ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് എവിടെയെങ്കിലും പ്രവാചകന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, ഇസ്ലാം മതത്തിന്റെ പേര് പറഞ്ഞ് അട്ടിപ്പേർ അവകാശമെടുത്ത് തലയിൽ വെച്ച് ഇസ്ലാം മത വിശ്വാസികളെ പറ്റിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ, ഈ മലപ്പുറം ജില്ലയിലുള്ള പാണക്കാട് കുടുംബം
മാത്രമാണ്. മറ്റൊരു സ്ഥലത്തും, അത് സൗദി അറേബ്യയിലായാലും യമനിലായാലും എവിടെയും ഒരാൾ പോലും, ഒരു കുടുംബം പോലും ഇന്നും നമ്മുടെ കണ്ണിൽ പെട്ടിട്ടില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മുടെ കാതുകളിൽ കേട്ടിട്ടുമില്ല. എന്നിട്ടും തലച്ചോറ് നായ നക്കിയ, ചിന്തിക്കാൻ തലച്ചോറും ഹൃദയവും അള്ളാഹു താല കൊടുത്തിട്ടും അതിലൊന്നും ചിന്തിക്കാതെ സ്വന്തം നട്ടലും ആശയവും തലച്ചോറും എവിടെയൊക്കെയോ കൊണ്ട് പണയം വെച്ച് ആരുടെയൊക്കെയോ ആശയം വാടകയ്ക്കെടുത്ത നാൽക്കാലി മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച, ഇത് ഖുർആനിൽ പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ പറയുന്നതല്ല. കാരണം തലച്ചോറും ഹൃദയവും തന്നിട്ട് നിങ്ങൾ അതുകൊണ്ട് ചിന്തിക്കാതെ മറ്റാരുടെയൊക്കെയോ ആശയങ്ങൾ വാടകയ്ക്കെടുത്തവരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നാൽക്കാലി മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരാണെന്ന്. ചിന്തിക്കുന്നവനെ സത്യം കണ്ടെത്താൻ കഴിയോ? ചിന്തിക്കുന്നവനെ ഈ ലോകത്ത് അല്ലാഹനെ കണ്ടെത്താൻ കഴിയോ? വെറുതെ മസ്തിഷ്കം പോയി എവിടെയെങ്കിലും പണയം വെച്ചാൽ, ആരുടെയെങ്കിലും ചിന്തകൾ വാടകയ്ക്കെടുത്താൽ, ആരുടെയെങ്കിലും ആശയങ്ങൾ വാടകയ്ക്കെടുത്താൽ, ആ വാടകയ്ക്കെടുക്കൽ കൊണ്ട് നിനക്ക് അല്ലാഹനെ കണ്ടെത്താൻ കഴിയില്ല, നിനക്ക് ആഖിറത്തെ കണ്ടെത്താൻ കഴിയില്ല. ചിന്തിക്കാൻ നിനക്ക് കഴിയണം. ചിന്തിക്കാനല്ലയോ നിനക്ക് ഞാൻ ഹൃദയം തന്നത്? കാണാനല്ലയോ നിനക്ക് ഞാൻ കണ്ണ് തന്നത്? കേൾക്കാനല്ലയോ നിനക്ക് ഞാൻ കാത് തന്നത്? കേൾക്കാൻ തന്ന കാത് കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവർ, കാണേണ്ട കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാത്തവർ, ചിന്തിക്കേണ്ട ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവർ, അവര് നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ചിന്തിക്കാൻ കഴിയണം നമുക്ക്. അങ്ങനെയുള്ള കുറെ എണ്ണം ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവരെയൊക്കെ പറ്റിച്ച് ഇസ്ലാം മതത്തെ വിറ്റ് ജീവിക്കുന്ന ഈ പാണക്കാട് കുടുംബത്തിലുള്ളവർ ഇതാണ് ചെയ്യുന്നത്. ഇദ്ദേഹം എവിടെയെങ്കിലും ഹദീസ് പറയുന്നതോ എവിടെയെങ്കിലും ഖുർആൻ ഓതുന്നതോ നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ നോക്കി, അതായത് ഒരു പാണ്ഡിത്യമുള്ള ആളെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക പാണ്ഡിത്യമുള്ള ആളെന്ന് പറഞ്ഞാൽ അറബ് നമ്മൾ ഈ പറയുന്ന മലയാളം പോലെ പറയും. എഴുതി കൊടുത്തത് പോലും നോക്കി വായിക്കാൻ അറിയാതെ തത്ത അടിക്കുന്ന ഇതുപോലെയുള്ള ജാഹിലീങ്ങളെ, ഞാനടക്കമുള്ള ഇസ്ലാം മത വിശ്വാസികളെ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിന്റെ അട്ടിപ്പേർ അവകാശം നൽകി കേരളത്തിൽ ആരൊക്കെയോ വാഴ്ത്തിപ്പാടുന്നത്. ലീഗുകാർ ചിലപ്പോൾ എന്നെ തെറി വിളിച്ചെന്നിരിക്കും, എനിക്ക് അതുകൊണ്ട് ഒരു വിരോധവുമില്ല. പക്ഷേ ഞാൻ പഠിച്ച ഇസ്ലാം വെച്ച്, ഞാൻ പഠിച്ച ഇസ്ലാമിന്റെ ആശയങ്ങൾ വെച്ച് പറയുകയാണ്, ഇവർക്കും ഇസ്ലാമുമായി യാതൊരുവിധ പുലബന്ധവുമില്ല. ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ഞാൻ അടക്കമുള്ളവർക്ക് ചിലപ്പോൾ അറബ് വായിക്കാനും അറബ് ഓതാനുമൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാര്യം എന്താ, നമ്മളത്ര പാണ്ഡിത്യമുള്ളവരൊന്നുമല്ല. പക്ഷേ പാണക്കാട് കുടുംബത്തിൽ ജനിച്ച് പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽ പെട്ടതാണെന്ന് ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് 1000 പള്ളിയുടെ കാളിയായിട്ടിരിക്കുന്ന ഈ മനുഷ്യന് നല്ലതുപോലെ നോക്കി വായിക്കാൻ പോലും അറിവില്ലെങ്കിൽ കേരളത്തിലെ മതപണ്ഡിതന്മാരോട് പറയുന്നത്, അതായത് മുഷാവറയുണ്ടല്ലോ, അവരോട് പറയാനുള്ളത്, ഇദ്ദേഹത്തിനെ ഇനിയുള്ള ഏതെങ്കിലും ഈ ഗാനമേള പരിപാടിയിലൊക്കെ കൊണ്ടിരുത്തി പാട്ട് പാടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ ഇസ്ലാം മതത്തിന്റെ അട്ടിപ്പേറവകാശം തലയിൽ വെച്ചു കൊടുത്ത് വിശ്വാസികളെ വഴിപിഴപ്പിക്കൽ അവസരമുണ്ടാക്കല്ലേ എന്ന് ഒരു അഭ്യർത്ഥനയാണ്. വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകുന്നു, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു. തീർന്നിട്ടില്ല. ഇൻഷാ അള്ളാ ജീവിച്ചിരിക്കുമെങ്കിൽ ഇതിന്റെ ബാക്കി നാളെ ഉണ്ടാകും.